ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും. അപ്പം ആദ്യം നമുക്ക് ഏപ്രിൽ മാസത്തെ ഈ ഫലം അറിയുന്നതിന് മുമ്പ് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം മീനക്കൂറ് മീനലഗ്നം എന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശാധിപൻ ഗുരുവാണ്, വേഴഗ്രഹമാണ്. ഗുരു ഇപ്പോൾ 4 സഞ്ചരിക്കുന്ന സമയമാണ്. സൂര്യനാണെങ്കിൽ ഏപ്രിൽ 14 ജന്മരാശിയിൽ നിന്നും 2 ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ചൊവ്വ ഏപ്രിൽ 2 ജന്മരാശിയിലേക്ക് വരുന്നു. ബുധൻ ഏപ്രിൽ 11 ജന്മരാശിയിലേക്ക് മാറുന്നു. ശുക്രൻ ഏപ്രിൽ 19 2 നിന്നും 3 സ്വക്ഷേത്രത്തിലേക്ക് മാറുന്നു. ശനി ജന്മരാശിയിൽ ഇപ്പോൾ ഉണ്ട്, ജന്മശനിയാണ്. രാഹു 12 കേതു 6 സ്ഥിതി തുടരുന്നു. അതായത് ഏപ്രിൽ മാസത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് ചൊവ്വയും ബുധനും ജന്മരാശിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സൂര്യൻ 2 ഉച്ചരാശിയിലേക്ക് വരുന്നു. ശുക്രൻ 3 സ്വക്ഷേത്രത്തിലേക്ക് വരുന്നു. ഇതാണ് ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി വെച്ച് എങ്ങനെയായിരിക്കും മീനക്കൂറുകാരുടെയും മീന ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി. ഇപ്പോൾ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയിൽ ശനി, ആ ശനി 12ാം ഭാവാധിപനും കൂടിയാണ്. ശനി കമ്പസ്റ്റിലാണ്, ശനിക്ക് ഒരു മൗഢ്യ അവസ്ഥയിലാണ്. അപ്പോൾ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് ആദ്യ പകുതി ജന്മരാശിയിൽ നിൽക്കുന്നത്. അതുപോലെ 8ാം ഭാവാധിപനായ ശുക്രൻ 18 വരെ 2ലാണ് നിൽക്കുന്നത്. 12 രാഹു ഉണ്ട്. അപ്പം വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. എങ്കിലും ബോഡി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പെയിൻ, മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ചിലർക്ക് ഉണ്ടാകാം. അപ്പം ചിലർക്ക് സൂര്യനൊക്കെ ജന്മരാശിയിൽ വരുമ്പോൾ, ചൊവ്വയും ജന്മരാശിയിലൊക്കെ വരുന്നു. 2 അഗ്നി ഗ്രഹങ്ങളാണ്, അഗ്നി കാരകത്വമുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ ഹെഡ് ഏക്ക്, മൈഗ്രെയിൻ, അതുപോലെ അലർജി, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലർക്കുണ്ടായെന്ന് വരാം. അവസാനത്തെ പകുതി ഈ ഡെൻ്റൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, ഇപ്പോൾ ദന്ത സംബന്ധമായിട്ട്, കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പം വരാം. പ്രത്യേകിച്ച് 6ാം ഭാവാധിപൻ 2 ഉച്ചസ്ഥിതനാകുന്നു. അപ്പോൾ സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഒരു കാരണവുമില്ലാതെ ചിലപ്പോൾ പ്രകോപനം ഉണ്ടാകുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം 4ലും 8ലും കുജൻ്റെ ദൃഷ്ടിയുള്ള സമയവും കൂടെയാണ്. അപ്പോൾ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. യാത്രകളിൽ കെയർ വേണം, ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും 10ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു തന്നെയാണ്. ആ ഗുരു 4 നിന്നിട്ട് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. തൊഴിലിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകാവുന്ന സമയമാണ്. ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ മാസം അനുകൂല സമയം എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ പകുതി 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ നിൽക്കുന്നു. ജന്മരാശിയിൽ ശനിയും ചൊവ്വയും സൂര്യനും ബന്ധം വരുന്നു. അപ്പോൾ ഈ സർവീസ് റിലേറ്റഡ് ആയിട്ട് ചെറിയ ചലഞ്ചസ് ചിലപ്പോൾ ഉണ്ടാകാം. അതുകൊണ്ട് കഴിവതും നമ്മൾ ഈ അല്പം സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് വർക്കേഴ്സുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അവസാനത്തെ പകുതിയാവുമ്പോൾ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 2 ഉച്ചസ്ഥിതനാകുകയാണ്. അത് 6ന്റെ ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ അത് ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഭാഗ്യാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഡിഫൻസ് സർവീസ്, അതുപോലെ പ്രിസൺ, പോലീസ് സർവീസ്, ഹെൽത്ത് സർവീസ്, ജുഡീഷ്യൽ സർവീസ്, അതുപോലെ മറ്റ് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരുന്നത് വളരെ ഗുണമുണ്ടാകും. അതുവഴി അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന, ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടെ ആയിരിക്കും.
അതുപോലെ തന്നെ ഇപ്പോൾ സർവീസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കേസുകളുള്ളവർക്ക് ആ കേസിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകും. അതേസമയം ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടിലൊക്കെ സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ, ഇപ്പം നമുക്കൊരു നല്ല പൊസിഷനൊക്കെ വരുമ്പോൾ അല്പം ഈഗോ അവരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനും സാധ്യത കാണിക്കുന്നു. ഇപ്പോൾ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. 19 മുതൽ ശുക്രൻ 3 മാറുന്നുണ്ട്. ഇപ്പോൾ തൊഴിൽ അന്തരീക്ഷം സന്തോഷകരമാകുന്ന സമയം എന്ന് പറയാം. ഇപ്പോൾ അതുപോലെ 10ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ്. അവർക്ക് തടസ്സങ്ങളൊക്കെ മാറും. തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകനും 7ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ 10 വരെ 12 അതിനുശേഷം ജന്മരാശിയിലുമാണ് ആ ബുധൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത്. അപ്പം മാസാരംഭത്തിൽ ബിസിനസ്സിൽ അല്പം കെയർ വേണം. കാരണം അത് 12 ആ ബുധൻ നിൽക്കുന്നത്. ഇപ്പം ബിസിനസ് ഡിസിഷനിലൊക്കെ ശ്രദ്ധിക്കണം. സഡൻ ഡിസിഷനൊക്കെ ഒഴിവാക്കണം. 11 മുതൽ ആ ബിസിനസ്സിൽ നമുക്ക് ഒരു കൺഫ്യൂഷനൊക്കെ മാറും. കോമ്പറ്റീഷനൊക്കെ അതിജീവിക്കാനൊക്കെ കഴിയും. ബുധൻ ആ പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ 7 തന്നെ ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഏപ്രിൽ 11 മുതൽ. അത് ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ കാര്യക്ഷമമാക്കും. ബിസിനസ് വഴി നേട്ടങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ രവി, ശനി, കുജനൊക്കെ തന്നെ 7 ദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കെയർ കൊടുക്കണം. വിദേശ വിപണനത്തിലെ തടസ്സങ്ങൾ മാറുന്നതിന് ആ ഗുരുവിൻ്റെ ആ 12 ദൃഷ്ടി സഹായകമാകും എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ്. 11 മുതൽ ആ ബുധൻ ജന്മരാശിയിലേക്ക് വരികയാണ്. ബുധൻ നീചരാശിയിലാണെങ്കിലും ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള അല്ലെങ്കിൽ നീചരാശ്യാധിപനായിട്ടുള്ള ഗുരു 4 നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബുധന് നീചഭംഗമൊക്കെ ഉണ്ട്. മാത്രമല്ല ബുധൻ ഗുരുവിൻ്റെ ക്ഷേത്രത്തിലും ഗുരു ബുധൻ്റെ ക്ഷേത്രത്തിലും രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് പഠന സംബന്ധമായിട്ട് അത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലസ്യവും ഡൈവേർഷനൊക്കെ വന്നാൽ തന്നെയും അത് കറക്റ്റ് ചെയ്യുന്നതിന് ഗുരുവിൻ്റെയൊക്കെ സ്ഥിതി നല്ലതാണ്. ഗുരു ബുധൻ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്നത് നല്ലതാണ്. പരീക്ഷകളിലൊക്കെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടും. അപ്പം ക്രമേണ നമുക്ക് ഇനിഷ്യലി ചെറിയ ആലസ്യമൊക്കെ വന്നാൽ തന്നെയും ക്രമേണ നമുക്കത് മാറി നമുക്ക് ഗുണാനുഭവം പഠനത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം. 9ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിൽ ഉണ്ട്. അപ്പോൾ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക്, വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തന്നെ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. പഠനത്തിൽ ഗുണാനുഭവം ഉണ്ടാകും. ബുധന് നീചസ്ഥിതി വരികയാൽ കഴിവതും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഒരു ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ്. ജന്മരാശിയിൽ കുജനും ശനിയും ബുധനും ഒക്കെ ബന്ധം വരുന്നത് കൊണ്ട് അല്പം അഗ്രസീവ് എനർജിയൊക്കെ ചിലപ്പം കൂടാൻ സാധ്യതയുണ്ട്. പ്രകോപനപരമായിട്ട് ചിലപ്പോൾ നമ്മൾ പ്രതികരിച്ചു എന്നൊക്കെ വരാം. അവിടെയൊക്കെ നമ്മൾ ഒന്ന് ഒഴിവാക്കി പോകണം. പ്രത്യേകിച്ച് നമുക്ക് സീനിയർ അധ്യാപകർ, ഗുരുക്കന്മാർ, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2ാം ഭാവാധിപൻ ചൊവ്വയാണ്. ജന്മരാശിയിലാണ് ഏപ്രിൽ 2 മുതൽ ചൊവ്വ വരുന്നത്. ജന്മരാശിയിൽ 11ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശനിയുണ്ട്. 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി ജന്മരാശിയിലുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവെ 18 വരെ ശുക്രൻ 2-ലുണ്ട്. അതൊക്കെ സാമ്പത്തികമായിട്ട് 2-ൽ ശുക്രനൊക്കെ ഗുണം ചെയ്യും. അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ ധനം കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിഷയങ്ങൾ കഴിവതും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ധനനേട്ടം കിട്ടാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ലോൺ വഴിയൊക്കെ ധനനേട്ടം കിട്ടും. 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 2-ൽ ഉച്ചസ്ഥിതനായിട്ട് വരുമ്പോൾ നമുക്ക് ലോൺ വഴിയൊക്കെ പണം കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ വ്യവഹാരങ്ങൾ, കേസുകൾ,
ഇപ്പോൾ മണി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കേസുകൾ ഉള്ളവർക്കും അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടം കിട്ടാവുന്ന സമയമാണ്. പൊതുവെ നമുക്ക് കടബാധ്യത കുറയ്ക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇപ്പം ശനിയൊക്കെ ഒരു ഒരു മൗഢ്യാവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ രണ്ടാം ഭാവാധിപൻ ജന്മരാശിയിൽ നിൽക്കുന്നു, അതായത് ചൊവ്വ ജന്മരാശി നിൽക്കുന്ന സമയമാണ്. രണ്ടാം ഭാവാധിപൻ ജന്മരാശി നിൽക്കുക എന്ന് പറയുമ്പോൾ 2ന്റെ 12ാം ഭാവമാണ് ഈ ജന്മരാശി. അപ്പോൾ നമ്മൾ കഴിവതും നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമുക്ക് കാശൊക്കെ കൈവശം വന്നു ചേരാം, പക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ കൈവശം വരുന്ന പണം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ശനി, രവി, കുജനൊക്കെ ജന്മരാശിയിൽ ഉള്ളതിനാൽ മണി ട്രാൻസാക്ഷനിലും വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുജൻ 2, 9 ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ജന്മരാശിയിൽ ആ കുജൻ്റെ സ്ഥിതി ധനപരമായിട്ട്, ഭാഗ്യഭാവാധിപൻ ജന്മരാശിയിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ധനഭാഗ്യത്തിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവ മാനേജ് ചെയ്യുന്നതിൽ വേണം ശ്രദ്ധ കൊടുക്കേണ്ടത്. രവി, ശനി, കുജനൊക്കെ ജന്മരാശിയിൽ വരുമ്പോൾ ഇപ്പോൾ കഴിവതും നമുക്ക് ഈ നമ്മുടെ കയ്യിൽ നിന്ന് അശ്രദ്ധ കൊണ്ട് ധനനഷ്ടം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ ആതുര സേവനം പോലെയുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുത്ത് ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യുന്നത് അത്തരത്തിലുള്ള ആ ധനനഷ്ടം ഒഴിവാക്കുന്നതിനൊക്കെ സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ അത് നമുക്ക് സാമ്പത്തിക ധനനഷ്ടം ഒഴിവാക്കാൻ നമുക്ക് അങ്ങനെയുള്ള ആ പ്രവർത്തനങ്ങൾ, പരോപകാര പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഗുണം ചെയ്യും. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ ആലോചനയ്ക്കൊക്കെ അല്പം കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം. 10 വരെ ബുധൻ രാഹുവുമായിട്ടൊക്കെ 12ലാണ് നിൽക്കുന്നത്. 7ാം ഭാവാധിപൻ 12 നിൽക്കുകയാണ്, രാഹുവുമായിട്ട് ബന്ധം വരുന്നുണ്ട്. 11 മുതൽ ആ 7ാം ഭാവാധിപൻ ബുധൻ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട്. 7ലേക്ക് ആ ബുധൻ്റെ ഉച്ചദൃഷ്ടിയുണ്ട്. അപ്പോൾ ആദ്യ ഒരു 10 ദിവസം അത്രത്തോളം അനുകൂല സ്ഥിതിയായിട്ട് കാണുന്നില്ല വിവാഹം ആലോചിക്കുന്നവർക്ക്. അതേസമയം 11 മുതൽ 7ാം ഭാവാധിപൻ 7ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നത് നമുക്ക് വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമാണ്. എങ്കിലും 7 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ 12ാം ഭാവാധിപനായിട്ടുള്ള ശനിയുടെ ദൃഷ്ടിയുണ്ട്. അതുപോലെ ചൊവ്വയുടെ ദൃഷ്ടിയും 7ലുണ്ട്. അപ്പോൾ നമ്മൾ പങ്കാളിയെ, ഇപ്പോൾ ഒരു ആലോചന വന്നാൽ തന്നെയും പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിൽ വളരെ കെയർ കൊടുക്കണം. ചിലപ്പോൾ നമുക്ക് ഈ ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായെന്നും കൂടെ വരാം. അതുപോലെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 12ാം ഭാവാധിപനായിട്ടുള്ള ശനിയൊക്കെ ജന്മരാശി നിൽക്കുമ്പോൾ ശനിയും സൂര്യനൊക്കെ ശത്രുഗ്രഹങ്ങളും കൂടെയൊക്കെയാണ്. അവിടെ ചൊവ്വയും കൂടെ നിൽക്കുന്നു. ചൊവ്വയും ശനിയും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്ക് അല്പം അഗ്രസീവ് എനർജിയൊക്കെ കൂടാവുന്ന സമയമാണ്. അപ്പോൾ കമിതാക്കൊക്കെ പ്രത്യേകിച്ച് അല്പം ക്ഷമ, സംയമനമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കുറയാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കയറി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം, അതൊക്കെ ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അവിടെ ഒരു കെയർ കൊടുത്ത് പോവുക. അതുപോലെ മാരിറ്റൽ റിലേഷൻഷിപ്പിലും നമ്മൾ ശ്രദ്ധിക്കണം. 7ാം ഭാവാധിപൻ ബുധൻ ആദ്യത്തെ 10 ദിവസം 12ലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ പ്രത്യേകിച്ച് ദമ്പതിമാരുമായിട്ടൊക്കെ ദൂരെ യാത്രകളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതൊക്കെ ഒരു പോസിറ്റീവ് ചേഞ്ചൊക്കെ ഉണ്ടാക്കും. എങ്കിലും 7 സൂര്യനും ശനിയും ചൊവ്വയൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് റിലേഷൻഷിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, എന്തെങ്കിലും തർക്കങ്ങളിലേക്കൊക്കെ പോകാതെ നോക്കണം. അതേസമയം ജീവിത പങ്കാളി വഴിയൊക്കെ നമുക്ക് ജീവിത പങ്കാളി വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് സമ്പാദ്യ വർധനവിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2ഉം 4ഉം ഭാവാധിപന്മാരായിട്ടുള്ള കുജനും ബുധനും ഒക്കെ ജന്മരാശിയിലുണ്ട്. 2ൽ ശുക്രനുണ്ട്, 4ൽ ഗുരുവുണ്ട്. അപ്പോൾ നമുക്ക് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകും. കുടുംബത്തിൽ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനാകും. പ്രത്യേകിച്ച് ആദ്യത്തെ പകുതി ചിലപ്പോൾ സഡനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് ഈ കുടുംബത്തിൽ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഈ ലക്ഷറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു മനോഭാവമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അതുവഴിയൊക്കെ ചിലപ്പോൾ നമുക്ക് ചിലവ് കൂടാം, ഭോജന സുഖമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 2ൽ വാക്സ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നുണ്ട്. അതുപോലെ ചൊവ്വയാണെങ്കിൽ 4ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ കുടുംബത്തിൽ
നമ്മൾ ബന്ധുക്കളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ സംസാരത്തിൽ ഒരു കെയർ കൊടുത്തൊക്കെ പോവുകയാണെങ്കിൽ കുടുംബത്തിൽ നമുക്ക് സമാധാന അന്തരീക്ഷമൊക്കെ നിലനിർത്തി പോകാം. അതേസമയം നമുക്ക് ഈ മറ്റ് സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഏപ്രിൽ 3, 4, 5, 13, 14, 26, 27 ഈ തീയതികൾ പ്രത്യേകിച്ച് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മംഗളകർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ജാതകത്തിൽ നമുക്കിപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഒക്കെ തന്നെ അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ഇപ്പോൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ആണോ അതോ അല്ലയോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റം വരും. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ദശ, അപകാരം, ഛിദ്രമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫലത്തിൻ്റെ ഒരു 75% നമ്മുടെ ദശാപകാരം ഛിദ്രത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതേസമയം ബാക്കിയുള്ളതായിരിക്കും ഈ ഗോചര ഗ്രഹസ്ഥിതിയുടെ ഫലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലം പറഞ്ഞു. മീനക്കൂറിൽ ചിലർക്ക് മാത്രമേ മീനലഗ്നം വരൂ. അപ്പോൾ അവർക്ക് വേറെ ലഗ്നരാശികൾ വരാം. ചിലപ്പോൾ മേടമാകാം, ചിലപ്പോൾ ഇടവാകാം, ഏതെങ്കിലും രാശിയായിരിക്കും അവർക്ക് ലഗ്നമായിട്ട് വരുന്നത്. അപ്പം മീനലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശി വന്നിട്ടുള്ള മീനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് അവർ കണ്ടെത്തണം. ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം. എങ്കിൽ മാത്രമേ ഏപ്രിൽ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. കാരണം കൂറിൻ്റെ ഫലത്തെക്കാളും വളരെ പ്രാധാന്യം എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ലഗ്നഫലം അറിയണം. ലഗ്നം ഏതാണെന്ന് കണ്ട് ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയും. ഇപ്പം ഞാൻ മീനക്കൂറും മീനലഗ്നവും എന്ന് പറയുന്നതുപോലെ മറ്റ് കൂറും ലഗ്നരാശിയും പറയും. അപ്പോൾ ആ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.